എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തോടെ നോക്കാമ്പോൾ നമുക്കിങ്ങനെ മൂഡി എഡിറ്റിംഗ് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളത് ലൈറ്റ് റൂം വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം ഞാൻ എൻ്റെ പ്രീസെറ്റ് ഫയൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, എന്നാൽ ഇതിൻ്റെ പാസ്വേഡ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. അത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അമ്മ ടൂൾസിൻ്റെ അകത്ത് നിങ്ങൾ ലൈറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഫോട്ടോ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ ഇച്ചിരി എക്സ്പോഷർ ഡൗൺ ചെയ്യണം. അങ്ങനെയാണ് നിങ്ങളുടെ ഫോട്ടോ ഇച്ചിരി ഡാർക്കായിട്ട് ഇപ്പോൾ നിങ്ങൾ എക്സ്പോഷർ ഒന്നും ചെയ്യേണ്ട. ഞാൻ ഇപ്പോൾ എൻ്റെ ഫോട്ടോ അത്യാവശ്യം ബ്രൈറ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ എക്സ്പോഷർ ഡൗൺ ചെയ്യുവാണ്. ഇനി അടുത്ത കോൺട്രാസ്റ്റിൻ്റെ നമുക്ക് ഏകദേശം ഒരു 13 വരെ നമുക്ക് കൂട്ടാം. അതിനുശേഷം നിങ്ങൾ ഹൈലൈറ്റ്സ് ഏകദേശം ഒരു 28 വരെ നമുക്ക് കൂട്ടാം. അടുത്ത ഷാഡോസ് നമുക്കൊരു 18 വരെ നമുക്ക് കൂട്ടാം. ബ്ലാക്ക്സ് ഒരു 40 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ നമുക്ക് കേവ് ടൂളിലേക്ക് നമുക്ക് ചെറിയൊരു കേവ് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ താഴത്തെ പോയിൻ്റ് അത്യാവശ്യം മണ്ടിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം മണ്ടൊരു പോയിൻ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം ഡൗൺ ചെയ്യുക. സെൻറ്ററിലെ പോയിൻ്റ് ഇച്ചിരി അപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേവിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞു. നമുക്കിനി ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ കളർ ടൂളിലേക്ക് പോവുക. നമുക്കിവിടെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 11 വരെ നമുക്ക് കുറയ്ക്കാം. അതിനുശേഷം വൈബ്രൻസ് ഏകദേശം ഒരു 21 വരെ നമുക്ക് കുറയ്ക്കാം. സാച്ചുറേഷൻ ഒരു 8 വരെ നമുക്ക് കുറയ്ക്കാം. ഇനി അടുത്ത് നിങ്ങൾ കളർ ഗ്രേഡിങ്ങിലേക്ക് പോകുക. അതിനാണ് മിക്സ് ടൂൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് റെഡ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറയ്ക്കാം. അടുത്ത ഓറഞ്ചിലേക്ക് പോവുക. സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറയ്ക്കാം. അതിൻ്റെ ലൂമിനൻസ് ഒന്ന് കൂട്ടാം. ഞാൻ ഇപ്പോൾ ഏകദേശം സാച്ചുറേഷൻ ഒരു 14 വരെ ഞാൻ ഇവിടെ കുറച്ചിട്ടുണ്ട്. പിന്നെ ലൂമിനൻസ് ഒരു 56 വരെ കൂട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത യെല്ലോയിലേക്ക് പോവുക. യെല്ലോ നമുക്ക് സാച്ചുറേഷൻ ഒരു 48 വരെ നമുക്ക് കുറയ്ക്കാം. അത് കഴിഞ്ഞ് ഗ്രീനിലേക്ക് പോവുക. ഗ്രീൻ ഏകദേശം നമുക്ക് ഹ്യൂ ഒരു 6 വരെ കൂട്ടാം. സാച്ചുറേഷൻ ഒരു 34 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ ലൂമിനൻസ് ഒരു 19 വരെ നമുക്ക് കുറയ്ക്കാം. 19-20 റേഞ്ച് നമുക്ക് കുറയ്ക്കാം. ഇനി അടുത്ത അക്വ സെലക്ട് ചെയ്യുക. അക്വ ഏകദേശം ഒരു 2 നമുക്ക് കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഒരു 46 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ ലൂമൻസ് ഒരു 7 വരെ നമുക്ക് കൂട്ടാം. അടുത്ത ബ്ലൂയിലേക്ക് പോവുക. ബ്ലൂവിൻ്റെ അത് സാച്ചുറേഷൻ 70 വരെ നമുക്ക് കുറയ്ക്കാം. ലൂമൻസ് ഒരു 48 വരെ നമുക്ക് കുറയ്ക്കാം. ഡൺ കൊടുക്കുക. ഇനി അടുത്ത് നിങ്ങൾ എഫക്ട്സിലേക്ക് പോവുക. എഫക്ട്സിൻ്റെ അകത്ത് നമുക്കിവിടെ ക്ലാരിറ്റി ഒന്ന് കൂട്ടാം. ഏകദേശം ഒരു 52 വരെ ക്ലാരിറ്റി ഇപ്പം കൂട്ടിയിട്ടുണ്ട്. ഡീഹേസ് ഒരു പൊടിക്ക് കൂട്ടുക. എടുത്ത് വിഗ്നൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തത് നിങ്ങൾ ഡീറ്റെയിൽസിൽ പോവുക. നോയ്സ് റെഡക്ഷൻ ഒരു പൊടിക്ക് കൂട്ടാം. കളർ നോയ്സ് റെഡക്ഷൻ ഒരു പൊടിക്ക് കൂട്ടുക. ഒന്നുകൂടെ എഫക്ട്സിൽ പോയ ശേഷം സ്പ്ലിറ്റ് ഓൺ സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് ഓൺ സെലക്ട് ശേഷം നിങ്ങളിവിടെ ഏകദേശം ഒരു 230 ആ റേഞ്ചിൽ കൊണ്ടുവരിക. അതിനുശേഷം സാച്ചുറേഷൻ 25 വരെ സെറ്റ് ചെയ്യുക. അതിൻ്റെ ബാലൻസ് നിങ്ങൾ ഏകദേശം ഒരു 50 ആ റേഞ്ച് നിങ്ങൾ കൂട്ടുക. ഡൺ കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.